ഇതിൽ 12 വോൾട്ടേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ 16ാമത്തെ പിന്നിൽ 12 വോൾട്ടേജ് 4 5 മൈനസ് സപ്ലൈ എന്ത് ചെയ്യും കിട്ടും. ഓക്കെ അല്ലേ? ഇത് നമ്മൾ എക്സ്ട്രാ കാൻ ബോക്സ് വെച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, ഒരു 12 വോൾട്ടേജ് വേണമെങ്കിൽ കണക്ഷൻ കൊടുത്താൽ മതി. അതിന് എന്തിൻ്റെ ആവശ്യമില്ല, ഈ അഡാപ്റ്ററിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പ്രോഗ്രാമറിലേക്ക് കണക്ട് ചെയ്യാം. PCM കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിന്റെ സോഫ്റ്റ്വെയർ വരുന്നത് നമുക്ക് ഈ PCM ഫ്ലാഷ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഫസ്റ്റ് ഇത് വരിക, ഇവിടെ നമുക്ക് ECU നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കണ്ടോ, 1762 അല്ലേ? അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാഷ് എന്ന് പറഞ്ഞ പ്രൊസസ്സറിന്റെയും EEPROM എന്ന് പറഞ്ഞ EEPROM ഡാറ്റയും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ ഏതാ സെലക്ട് ചെയ്ത്, ഫ്ലാഷ്. പ്ലസും മൈനസും ഒക്കെ കറക്റ്റും കണക്ഷൻ കൊടുത്ത് പവർ കണക്ഷൻ ഓൺ ആയി കഴിഞ്ഞാൽ മാത്രമേ അതിന് പറ്റുള്ളൂ അല്ലേ? അതായത് നമ്മൾ 53 കൊടുത്തിട്ട് നമ്മൾ എന്താണ്, റിലേ ഓൺ പോസിറ്റീവ് സപ്ലൈ ആണ്. 9 കൊടുത്തുള്ള ഇഗ്നീഷൻ ഓൺ കണക്ഷൻ ആണ് അല്ലെ? 50 കൊടുത്തുള്ള നെഗറ്റീവ് സപ്ലൈ ആണ്. അപ്പൊ ഈ കണക്ഷൻസ്, പവർ കണക്ഷൻസ് ഓൺ ആയി കഴിഞ്ഞാൽ ECM മാത്രമേ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ PCM ഫ്ലാഷ് വെച്ചുകൊണ്ട് നമുക്ക് റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഫ്ലാഷ് നമ്മൾ എന്ത് ചെയ്യണം, റീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഫ്ലാഷ് ഫയലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റീഡ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ സെലക്ഷൻ മാറ്റണം. ഏത് റീഡ് ചെയ്യേണ്ടത്, EEPROM. ഇവിടെ ഫ്ലാഷ് ഫയൽ വന്നിട്ടുണ്ട്, ജസ്റ്റ് റീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം.